Hello, dear students. So, this is the last session of our first unit of pharmaceutical analysis. ഈ സെഷനിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത് എറേഴ്സ്, ആക്യുറസി, പ്രിസിഷൻ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. ഇതിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് എറേഴ്സിനെ പറ്റിയാണ് ആൻഡ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ആക്യുറസി, പ്രിസിഷൻ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കവർ ചെയ്യും. സോ എറേഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സോഴ്സസ് ഓഫ് എറേഴ്സ്, ടൈപ്സ് ഓഫ് എറേഴ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് മിനിമൈസിങ് എറേഴ്സ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ മൂവിങ് ഓൺ ടു ദ ടോപ്പിക് എറേഴ്സ്. സോ എന്തായിരിക്കും എറർ എന്ന് പറയുന്നത്? എറർ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. എന്തായിരിക്കും? തെറ്റ് അല്ലെങ്കിൽ പിശകുകൾ. നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിൽ കടന്നു വരാവുന്ന മിസ്റ്റേക്കുകളെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ കണ്ടക്ടിങ് ദ എക്സ്പെരിമെന്റ് ദാറ്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നമുക്കറിയാം വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്കത് 98 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് കിട്ടിയെന്ന് വിചാരിക്കാം. നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആക്ച്വൽ വാല്യൂവിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ആ എക്സ്പെരിമെന്റിൽ എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ആൻഡ് ഈ എററിനെ നമുക്ക് രണ്ട് ടേംസിൽ ഡിഫൈൻ ചെയ്യാം: അബ്സല്യൂട്ട് എററും റിലേറ്റീവ് എററും. ആൻഡ് അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെരിമെന്റൽ വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. എക്സ്പെരിമെന്റൽ വാല്യൂവിന്റെയും ട്രൂ വാല്യൂവിന്റെയും ഡിഫറൻസ് ആണ് അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നിന്നാണെങ്കിൽ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് എന്ത്? എക്സ്പെരിമെന്റൽ വാല്യൂ. അതിവിടെ എത്രയാ? 98 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെരിമെന്റൽ വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 98 മൈനസ് 100 ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? -2. So this is the absolute error. എക്സ്പെരിമെന്റൽ വാല്യൂവിൽ നിന്നും ട്രൂ വാല്യൂവിനെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ടേം ആണ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാനായിട്ട് അബ്സല്യൂട്ട് എററിനെ ട്രൂ വാല്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ദെൻ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 100. നമുക്കറിയാം അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് മെഷേർഡ് വാല്യൂ ഓർ എക്സ്പെരിമെന്റൽ വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ആണ്. It is then divided again with true value and whole is multiplied with 100. So relative error എന്ന് പറയുന്നത് ഒരു percentage of error എന്ന രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഏതൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോഴും അവിടെ സ്വാഭാവികമായിട്ടും എറർ കടന്നു വരാം. അതുകൊണ്ട് ഒരു എറർ ഫ്രീ അനാലിസിസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് ഒരു 99.9% പോസിബിൾ അല്ല. സോ ഒരു അനലിറ്റിക്കൽ കെമിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എറേഴ്സിനെ പറ്റി ബോധവാനായിരിക്കണം. എറർ എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യാനായിട്ടായിരിക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ട്രൂ വാല്യൂവിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ചെയ്ത് കിട്ടാനായിട്ടായിരിക്കണം ഒരു അനലിസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സോ അതുകൊണ്ടാണ് നമ്മൾ എററിനെ പറ്റി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ബേസിക്കിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഇപ്പൊ നമ്മൾ എറർ എന്താണെന്ന് കണ്ടു. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സോഴ്സസ് ഓഫ് എറർ. എന്തൊക്കെ രീതിയിൽ എറർ കടന്നു വരാം? നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ എറേഴ്സ് കടന്നു വരാം? ആൻഡ് ദിസ് എറർ എന്ന് പറയുന്നത് നമ്മൾ ഫാർമസിയിൽ മാത്രമല്ല, ഏത് ഫീൽഡിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്താലും എപ്പോൾ വേണേലും, ഈവൻ നമ്മുടെ കിച്ചണിൽ പോലും നമ്മൾ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കടന്നു വരുന്ന ഏതൊരു ആക്ടിവിറ്റിയിലും കടന്നു വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് എറർ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പം ഫാർമസി ഓറിയന്റഡ് ആയിട്ട് പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ എറേഴ്സ് കടന്നു വരാം? സോ ഫസ്റ്റ് വൺ ഇസ് ഇംപ്രോപ്പർ സാമ്പിളിംഗ്. നമ്മൾ എടുക്കുന്ന സാമ്പിൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തില്ല, അല്ലെങ്കിൽ അതിന്റെ റിയേജൻസിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ എംപ്ലോയ് ചെയ്ത പ്രൊസീജിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എറർ കടന്നു വരാം. അല്ലെങ്കിൽ എറർ ഡ്യൂറിങ് സാമ്പിൾ പ്രിപ്പറേഷൻ, അതായത് നമ്മൾ സാമ്പിൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സാമ്പിളിനെ പ്രിപ്പയർ ചെയ്ത പ്രൊസീജിയറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എറർ വരാം. അല്ലെങ്കിൽ എറർ ബൈ ദ അനലിസ്റ്റ്, അതായത് മാനുവൽ എറർ ആണ്. ആരാണോ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് ആളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് ഫൈനൽ നമ്മുടെ റിപ്പോർട്ടിലും അത് എററായിട്ട് വരും. ദെൻ എറർ ബൈ ദ എക്യുപ്മെന്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എറർ ആകാം. ദെൻ കാലിബ്രേഷൻ എറർ. കാലിബ്രേഷൻ മീൻസ് ഫോർ എക്സാമ്പിൾ, ഇഫ് 100 ml ഒരു മെഷറിംഗ് സിലിണ്ടർ നമ്മൾ ഇനീഷ്യലി അത് കിട്ടിക്കഴിയുമ്പോൾ അത് 100 ml തന്നെയാണോ നമ്മൾ ഒരു പ്രീ കാലിബ്രേറ്റ് ചെയ്ത മെഷറിംഗ് സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ആ പ്രോസസ്സിനെയാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. സോ ഏതൊരു അപ്പാരറ്റസ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റും നമ്മൾ ആദ്യമായിട്ട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അത് പോകെ നമ്മൾ അതിനെ പീരിയോഡിക് ആയിട്ട് കാലിബ്രേറ്റ് ചെയ്തിരിക്കണം. സോ പ്രോപ്പർ കാലിബ്രേഷൻ അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ടുള്ള കാലിബ്രേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിലും എറേഴ്സ് കടന്നു വരാം.
ദെൻ നെക്സ്റ്റ് ഇസ് റിപ്പോർട്ടിംഗ് എറർ. സോ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, നമ്മൾ ആ എക്സ്പെരിമെന്റിനെ പ്രോപ്പർ ആയിട്ട് ഡേറ്റ ഒബ്സർവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റോങ് ആയിട്ടാണ് നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ that can also lead to error. So that is called as reporting error. The next is calculation error. എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തു, അതിന്റെ ഫൈനൽ കാൽക്കുലേഷനിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ that can also lead to error. Then error in method selection. എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എംപ്ലോയ് ചെയ്ത മെത്തേഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ that can also lead to error. Then error during transport and storage. നമ്മൾ എടുക്കുന്ന സാമ്പിളിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ it can also lead to final error. Then error due to laboratory environment. That means നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, അതായത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അവിടുത്തെ പ്രഷർ, ഹ്യൂമിഡിറ്റി, അതെല്ലാം നമ്മുടെ എക്സ്പെരിമെന്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ അങ്ങനെയൊക്കെ വരുന്ന എററുകളും ദാറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു ഫൈനൽ മാൽ റിസൾട്ട്. നമ്മുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ റിസൾട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതും എററിന് സാധ്യതയുണ്ട്. സോ ദീസ് ആർ ദി സോഴ്സസ് ഓഫ് എറേഴ്സ്. സോ ഇപ്പൊ നമ്മൾ എറർ എന്താണെന്ന് കണ്ടു, അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ എന്താണെന്ന് കണ്ടു, സോഴ്സസ് ഓഫ് എറേഴ്സ് കണ്ടു. അടുത്ത നമുക്ക് നോക്കാനായിട്ടുള്ളത് ടൈപ്സ് ഓഫ് എറേഴ്സ് ആണ്. മെയിൻലി എറേഴ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, സിസ്റ്റമാറ്റിക് എറർ ആൻഡ് റാൻഡം എറർ. സിസ്റ്റമാറ്റിക് എറർ ഈസ് അതർവൈസ് കോൾഡ് ആസ് ഡിറ്റർമിനേറ്റ് എറർ. ദാറ്റ് മീൻസ് നമുക്ക് എററിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന നമുക്ക് അറിയാവുന്ന ഒരു സോഴ്സിൽ നിന്നാണ് ഈ എറർ സംഭവിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിറ്റർമിനേറ്റ് എറർ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. ദെൻ റാൻഡം എറർ ഓർ ഇൻഡിറ്റർമിനേറ്റ് എറർ എന്ന് പറഞ്ഞാൽ വളരെ ആക്സിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴെങ്കിലും പെട്ടെന്ന് സംഭവിക്കുന്ന, പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഇല്ലാതെ സംഭവിക്കുന്ന എററുകളെയാണ് റാൻഡം എറർ ഓർ ഇൻഡിറ്റർമിനേറ്റ് എറർ എന്ന് പറയുന്നത്. സോ ഡിറ്റർമിനേറ്റ് ഓർ സിസ്റ്റമാറ്റിക് എററിനെ നമുക്ക് അഗെയിൻ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓപ്പറേഷണൽ ആൻഡ് പേഴ്സണൽ എറർ, ഇൻസ്ട്രുമെന്റൽ ആൻഡ് റിയേജന്റ് എറർ, എറേഴ്സ് ഓഫ് മെത്തേഡ്, അഡിറ്റീവ് ആൻഡ് പ്രൊപ്പോർഷണൽ എറർ. റാൻഡം എറേഴ്സ് ഓർ ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, വളരെ ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. സോ അത് പല റീസൺസ് കൊണ്ട് ആകാം. സോ ഓരോ ടൈപ്പ് ഓഫ് എററിനെ പറ്റിയും ഇൻ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈ സിസ്റ്റമാറ്റിക് എറർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്ക് ഏത് രീതിയിലാണ് എറർ വന്നതെന്ന് നമുക്ക് ഓൾറെഡി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ എററിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുന്ന ടൈപ്പ് ഓഫ് എറർ ആണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അത് വളരെ ഹൈ ലെവലിലേക്കുള്ള എറർ ആയിട്ട് മാറാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ഒരു ലോ ലെവൽ എറർ ആയിട്ടും ആയിരിക്കാം സാധാരണഗതിയിൽ സംഭവിക്കാം. ആൻഡ് സിസ്റ്റമാറ്റിക് എറർ ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് എ വൺ ഡയറക്ഷണൽ എറർ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റമാറ്റിക് ഓർ ഡിറ്റർമിനേറ്റ് എറർ ആണ് ഓപ്പറേഷണൽ ആൻഡ് പേഴ്സണൽ എറർ. ഓപ്പറേഷണൽ എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെന്റ് ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത്, ഓപ്പറേഷന്റെ സമയത്ത് സംഭവിക്കാവുന്ന എറർ ആണിത്. അത് പല രീതിയിലാകാം. ട്രാൻസ്ഫർ ഓഫ് സൊല്യൂഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ സാമ്പിൾ ഡ്രൈ ചെയ്യണമെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഡ്രൈയിങ് നടന്നാൽ, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റിനെ കൂൾ ചെയ്യേണ്ട ഒരു പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ ഇൻസഫിഷ്യന്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കൂളിംഗ് നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ പൊതുവെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ അതിനെ വാഷ് ചെയ്യാറുണ്ട്. സോ അതൊക്കെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തില്ല, പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അവിടെ മിച്ചം എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അണ്ടർ വാഷിംഗ് ഒക്കെയാണ് ഓപ്പറേഷണൽ എററിൽ വരുന്നത്. ഇതൊക്കെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അനാലിസിസിലും ഇനോർഗാനിക് കെമിസ്ട്രിയിലൊക്കെ പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ടേംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഫോർ ഓപ്പറേഷണൽ എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് നമ്മൾ പറഞ്ഞു പേഴ്സണൽ എറർ ആണ്. പേഴ്സണൽ എറർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ. ആരാണോ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് ആളെയാണ് നമ്മൾ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ആ പേഴ്സൺ മാത്രം സോൾലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള എറർ ആണ് പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന മെത്തേഡുമായിട്ടോ അല്ലെങ്കിൽ പ്രൊസീജിയറുമായിട്ടോ ഒന്നും യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല. ആൻഡ് അതിന് എക്സാമ്പിൾ ആണ് ഇന്നബിലിറ്റി ടു ഡിറ്റക്ട് ദ കളർ ചേഞ്ച്. ഈ പെർഫോം ചെയ്യുന്ന ആൾക്ക് കളർ ചേഞ്ച് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ബ്യൂറൽ റീഡിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ എറേഴ്സ് വരും. സോ അതിനെയാണ് നമ്മൾ പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈപ്പ്. ദെൻ സെക്കൻഡ് മെത്തേഡ് ഇസ് ഇൻസ്ട്രുമെന്റൽ ആൻഡ് റിയേജന്റ് എറർ. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ലീഡ് ടു എറർ. അതാണിത്. ഫോർ എക്സാമ്പിൾ അൺകാലിബ്രേറ്റഡ് ആയിട്ടുള്ള ബ്യൂററ്റോ പിപ്പറ്റോ ഒക്കെയാണ് നമ്മൾ ടൈട്രേഷനിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബീക്കർ, കോണിക്കൽ ഫ്ലാസ്ക് അതൊക്കെ എടുത്തു, അതൊന്നും പ്രോപ്പറായിട്ട് വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫോറിൻ മെറ്റീരിയൽസ് ഓർ ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. ആ ഇംപ്യൂരിറ്റീസും കൂടെ ഈ റിയാക്ഷനിൽ എന്ത് ചെയ്യും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ടും എറേഴ്സ് കടന്നു വരാം. സോ അതാണ് ഇൻസ്ട്രുമെന്റൽ ആൻഡ് റിയേജന്റ് എറർ. ദെൻ
നെക്സ്റ്റ് ഈസ് എറേഴ്സ് ഓഫ് മെത്തേഡ്. നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന മെത്തേഡിൽ വരുന്ന മിസ്റ്റേക്സ്. സോ റോങ് ആയിട്ടുള്ള മെത്തേഡ് സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എറർ ആണ്. നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ടും ഒരു പരിധി വരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. നമ്മൾ മെത്തേഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് സീരിയസ് ആയിട്ടുള്ള ഒരു എററിലേക്ക് പോകും. അത് നമുക്ക് ആക്ച്വലി ഡിറ്റക്ട് ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. സോ ഇൻകറക്റ്റ് സാമ്പിളിംഗ് ആൻഡ് ഫ്രം ഇൻകംപ്ലീറ്റ്നെസ് ഓഫ് എ റിയാക്ഷൻ. സോ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പാടാണ്. സോ ഈ മെത്തേഡിലൊക്കെ വരുന്ന എററുകളാണ് ഈ ടൈപ്പിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഗ്രാവിമെട്രി ഇൻ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഗ്രാവിമെട്രി എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ ആ പ്രസിപ്പിറ്റേറ്റിനെ നമുക്ക് ഫൈനലി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെയിറ്റ് എടുക്കാനായിട്ടുണ്ട്. സോ ആ പ്രസിപ്പിറ്റേറ്റിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണം. ഇൻ കേസ് ആ പ്രസിപ്പിറ്റേറ്റ് അങ്ങ് സൊല്യൂബിൾ ആയി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കോ പ്രസിപ്പിറ്റേറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രസിപ്പിറ്റേറ്റിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. സോ ദാറ്റ് വിൽ ലീഡ് ടു ആൻ എറർ. അതാണ് ഒരു എക്സാമ്പിൾ. ദെൻ ടൈട്രോമെട്രിക് അനാലിസിസിലൊക്കെ എന്തെങ്കിലും റിയാക്ഷൻ കംപ്ലീറ്റ് ആകാതെ വന്നാൽ നമുക്ക് എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ടൊക്കെ പറ്റാതെ വരും. സോ ഓൾ ദീസ് എക്സാമ്പിൾസ് കം അണ്ടർ ദ കാറ്റഗറി ഓഫ് എറേഴ്സ് ഓഫ് മെത്തേഡ്. നമ്മൾ ചൂസ് ചെയ്ത മെത്തേഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ദാറ്റ് ക്യാൻ ലീഡ് ടു എറർ. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എറർ, ഇറ്റ് ഇസ് അഡിറ്റീവ് ആൻഡ് പ്രൊപ്പോർഷണൽ എറർ. അഡിറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. നമ്മൾ എടുക്കുന്ന സാമ്പിളിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റുമായിട്ട് ബന്ധമില്ലാത്തതാണ് അഡിറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ. ആൻഡ് പ്രൊപ്പോർഷണൽ എറർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. നമ്മൾ എടുക്കുന്ന സാമ്പിളിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എററാണ് പ്രൊപ്പോർഷണൽ എറർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അഡിറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ലോസ് ഇൻ വെയിറ്റ് ഓഫ് എ ക്രൂസിബിൾ ഇൻ വിച്ച് എ precipitate is ignited and errors in weight. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രസിപ്പിറ്റേറ്റിനെ ഇഗ്നൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെയിറ്റ് എടുക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ലോസ് ഇൻ വെയിറ്റ് ഉണ്ടാവും. ഭയങ്കരമായിട്ട് ചാറിങ് ആയി ആ പ്രസിപ്പിറ്റേറ്റ് അങ്ങ് ചാർഡായി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ലോസ് ഇൻ വെയിറ്റ് ഉണ്ടാവും. നമുക്ക് കിട്ടേണ്ട അത്രയും വെയിറ്റ് ചിലപ്പോൾ നമുക്ക് ഫൈനലി നമ്മൾ ഇഗ്നൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടണമെന്നില്ല. സോ അതിനെയാണ് അഡിറ്റീവ് എറർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ആ സാമ്പിളിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതല്ല. രണ്ടാമത്തെന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ എറർ ആണ്. പ്രൊപ്പോർഷണൽ എറർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷനിൽ നമ്മൾ എടുക്കുന്ന സാമ്പിൾ സൊല്യൂഷനെ അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, അതിനകത്ത് എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫൈനൽ റിസൾട്ടിൽ വ്യത്യാസം വരും. സോ ആ സ്റ്റാൻഡേർഡ് സൊല്യൂഷനിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റിൽ പ്രസന്റ് ആയിരിക്കുന്ന എന്തെങ്കിലും ഇമ്പ്യൂരിറ്റിയും കൊണ്ട് വരുന്ന ഒരു എറർ ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് പ്രൊപ്പോർഷണൽ എറർ. Then the next major type of error is indeterminate error or റാൻഡം എറർ. രണ്ടാമത്തെ മെയിൻ കാറ്റഗറി എന്ന് പറയുന്നത് റാൻഡം ഓർ ഇൻഡിറ്റർമിനേറ്റ് എറർ ആണ്. അതായത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കാത്ത എററുകളാണ് റാൻഡം എറർ ഓർ ഇൻഡിറ്റർമിനേറ്റ് എറർ. ഇത് വളരെ റാൻഡം ആയിട്ട് അല്ലെങ്കിൽ ആക്സിഡന്റലി, ആരും അറിഞ്ഞുകൊണ്ടാവണം എന്നില്ല, വളരെ ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കാവുന്ന എറർ ആണ് റാൻഡം എറർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബിയോണ്ട് ദ കൺട്രോളർ ഓഫ് ഒബ്സർവർ ഓർ ദി അനലിസ്റ്റ്. നമ്മൾ ആരാണോ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ആളുടെ കൺട്രോളിൽ നിന്നും ബിയോണ്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് എക്സാമ്പിൾ ആണ് ലിമിറ്റേഷൻ ഓഫ് റീഡിംഗ് ബാലൻസ്. നമ്മൾ എടുക്കുന്ന റീഡിംഗ് ബാലൻസിൽ നമ്മുടെ ഫോർ എക്സാമ്പിൾ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ ബാലൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈബ്രേഷൻസ് ഇൻ ബാലൻസ് ഡ്യൂറിങ് ഹാൻഡ്ലിംഗ്, നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ബാലൻസിന് തന്നെ എന്തെങ്കിലും വൈബ്രേഷൻ വല്ലതും വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയലിന് എന്തെങ്കിലും ആക്സിഡന്റൽ ലോസ് വല്ലതും സംഭവിച്ചാൽ, അതായത് ചില മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈഗ്രോസ്കോപ്പിക് ആണ്, വെള്ളം വലിച്ചെടുത്ത് പെട്ടെന്ന് വെള്ളം പോലെ ആകുന്ന ചില സാമ്പിളുകളൊക്കെ ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റൽ ആയിട്ട് മെറ്റീരിയൽ എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കണ്ടീഷൻ കൊണ്ട്, എൻവയോൺമെന്റിലെ ടെമ്പറേച്ചറോ പ്രഷറോ ഹ്യൂമിഡിറ്റിയോ ഒക്കെ കൊണ്ട് നമ്മുടെ എക്സ്പെരിമെന്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വന്നാൽ അതൊക്കെയാണ് നമ്മുടെ റാൻഡം എറർ ഓർ ഇൻഡിറ്റർമിനേറ്റ് എറർ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഒരിക്കലും ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ ഏതൊരു എക്സ്പെരിമെന്റും നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന എററുകളൊക്കെ വരാം. റാൻഡം എററും ഡിറ്റർമിനേറ്റ് ഓർ സിസ്റ്റമാറ്റിക് എററും ഒക്കെ വരാം എന്ന് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഒരു എക്സ്പെരിമെന്റ് നമ്മൾ പെർഫോം ചെയ്യാൻ. അതുകൊണ്ടാണ് എറർ എന്താണ്, ഏതൊക്കെ രീതിയിൽ വരാം, ഏതൊക്കെയാണ് അതിന്റെ സോഴ്സുകൾ, ഏതൊക്കെയാണ് അതിന്റെ ടൈപ്പ് എന്നുള്ളത് നമ്മൾ വളരെ ബേസിക് ആയിട്ട് അനാലിസിസ് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നത്.